മലയാളികളൊന്നടങ്കം നമ്മുടെ അർജുനെ എന്താ പറയുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന 9ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗംഗാവലി പുഴയിലാണ് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല പല സിഗ്നലുകളും കാണുന്നുണ്ട്. പക്ഷേ അതിലൊന്നും അവിടെ ഒന്നും പരിശോധിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു എഫർട്ട് തന്നെയാണ് പുഴയിലൊക്കെ ഇറങ്ങിയിട്ട് പരിശോധിക്കുക എന്ന് പറയുന്നത്. എന്നാലും അതിന് വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ട് ഒരുപാട് പേരാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട്. വളരെ സങ്കടമുണ്ട്. ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അർജുൻ്റെ എനിക്ക് തോന്നുന്നത് തടി വണ്ടിയിൽ കയറ്റാൻ പോയ അവിടുത്തെ ഒരു വീഡിയോ ആണെന്ന് അറിയില്ല. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വീഡിയോ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒരു പാഷനായിരുന്നു. അവസാന നാളുകളിലാണോ എനിക്കറിയില്ല. ഒരു പാഷൻ തന്നെയായിരുന്നു അർജുന് വണ്ടി എന്ന് പറയുന്നത്. 24ാമത്തെ വയസ്സിലാണ് അർജുന് ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവിങ്ങിൻ്റെ ഈ ഒരു മേഖലയിലേക്ക് വരുന്നതെന്ന് തോന്നുന്നുണ്ട്. 30 വയസ്സായിട്ടായി 5-6 വർഷമായിട്ടാണ് സജീവമായിട്ട് ഈ ഒരു ഡ്രൈവിങ്ങിൻ്റെ മേഖലയിൽ ഉണ്ടായിരുന്നു. ഈ വലിയൊരു ലോറിയിൽ ഇത്രയും തടിയൊക്കെ കയറ്റി പോകുന്ന അത്രയും വലിയൊരു വണ്ടിൻ്റെ ഡ്രൈവറൊക്കെ ആകണമെങ്കിൽ അതിനോട് എത്രത്തോളം ഒരു പാഷൻ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അല്ലേ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാം. അതിനോടുള്ളൊരു ഭയങ്കര ക്രേസ് ചെറുതല്ല. പക്ഷേ ഒരു വാഹനത്തിലൂടെ പോകുന്ന വ്യക്തി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ശിരൂർ അവിടെ ആ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ നിർത്തി. അതൊരു സമയമാണ്. നമ്മുടെ അർജുൻ്റെ പെങ്ങൾ പറഞ്ഞ പോലെ തന്നെ വിധിയാണ്, ഞങ്ങളുടെ വിധിയാണെന്നുള്ളതാണെന്ന് പറയുന്നത്. ഭയങ്കര സങ്കടം തന്നെയാണ്. ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്താ പറയുകളോട് ഞാൻ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വലിയൊരു ദുരന്തം തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതുവരെ ആ സഹോദരനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ ഹോട്ടലിലുള്ള 5-6 പേരൊക്കെ കുടുംബസമേതം നിങ്ങൾ കണ്ടില്ലേ, അതിനൊക്കെ കണ്ടെത്തി എന്നുള്ളതാണ്. അവരൊക്കെ ശരിക്കൊക്കെ പുഴയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അജാതി ശക്തമായി ടൺ കണക്കിന് മണ്ണൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ അവസ്ഥകളെന്ന് ആലോചിച്ചൊക്കെയാണ്. ഏറെ സങ്കടം ആ വീട്ടിലത്തെ കാര്യം ആലോചിക്കുമ്പോഴാണ് ആ സഹോദരൻ്റെ. എല്ലാവരും മലയാളികൾ ഒന്നടങ്കം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആ സഹോദരനെ ഒന്ന് കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കണ്ടു കിട്ടട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ ഒരു വലിയൊരു പ്രാർത്ഥന. ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ മീഡിയയിൽ തന്നെയാണ്, മീഡിയ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പല ഈ പറഞ്ഞ പോലെ തന്നെ മിനിറ്റുകൾ അടിസ്ഥാനത്തിലാണ് ഓരോരോ ന്യൂസുകളും വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടെത്താൻ വേണ്ടിയിട്ട് രാവിലെ 7 മണി മുതൽ രാത്രിയാവും വരെ ഇരുട്ടാകും വരെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 9 ദിവസമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു സഹോദരന് വേണ്ടിയിട്ട് ഇത്രത്തോളം ജനങ്ങൾ വളരെയധികം പ്രാർത്ഥനയും കണ്ണീരുമായിട്ട് കാത്തിരിക്കുകയാണെന്നുള്ളതാണ്. അത് അവരെ വീട്ടുകാരെ പോലെ തന്നെ സ്വന്തം മക്കളെപ്പോലെ തന്നെ മകനെപ്പോലെ തന്നെ കരുതിക്കൊണ്ടാണ് എല്ലാവരും ആ ഒരു സഹോദരൻ്റെ ജീവൻ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും നമ്മളൊക്കെ പ്രതീക്ഷകൾ ഇങ്ങനെ എന്താ പറയുക വളരെയധികം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ അല്ലേ. വളരെ സങ്കടമുണ്ട് സത്യം പറഞ്ഞാൽ. ഈ മഴയൊക്കെ കാണുമ്പോൾ തന്നെ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല മഴയാണ്, പ്രതികൂല സാഹചര്യമാണ്. പ്രതികൂല സാഹചര്യം പോലും വക വയ്ക്കാതെ ആ പുഴയിൽ കുത്തിയൊലിക്കുന്ന ആ ഒരു ഗംഗാവലി പുഴയിൽ ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മളെല്ലാവരും എന്താ പറയുക കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നോക്ക് കാണാൻ അല്ലേ, ജീവനോട് കൂടി കാണാനാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷേ ജീവൻ കിട്ടുമെന്ന് പോലും നമുക്ക് അറിയില്ല. ഒരു 99.9% ഇപ്പോൾ പ്രതീക്ഷയില്ലാത്തൊരു ലെവലിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് ആ സഹോദരനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് ആ വീട്ടിലേക്ക് ആശ്വാസമായിട്ടൊക്കെ വരുന്നുണ്ട്. എന്താ പറയുക, എല്ലാവർക്കും ഒരു വലിയൊരു നഷ്ടമാണ് ആ കുടുംബത്തിന്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളവിടെ. കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു പുഴയോട് ചേർന്നിട്ട് തന്നെയാണ് അവരെ വീട്. ആ വീടിനോട് ചേർന്ന് ഈ പറഞ്ഞ പോലെ തന്നെ തുടക്ക സമയത്ത് കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല വെള്ളമായിരുന്നു. അത്രത്തോളം വെള്ളം കയറുന്ന ഒരു നാട്ടിൽ തന്നെയാണ് പുള്ളിക്കാരൻ. പക്ഷേ അങ്ങനെ വെള്ളം കയറുന്ന കാഴ്ചകളൊക്കെ കണ്ടു നിന്ന ഈ അർജുൻ ജീവിച്ചൊരു നാട്ടിൽ നിന്നും അർജുനെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ മറ്റൊരു പുഴ കവർന്നെടുത്തൊരു ദയനീയമായൊരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അർജുൻ്റെ ഭാര്യയുടെ സഹോദരനാണെന്ന് തോന്നുന്നുണ്ട്. പുള്ളിക്കാരൻ ഇപ്പോൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ട്രക്കിൻ്റെ ഓണർ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് പേര് രക്ഷാപ്രവർത്തനത്തിനൊക്കെ കയ്യും മെയ്യും മറന്ന് പല ജില്ലയിൽ നിന്നും ഇല്ല ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പലരും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കർണാടകൻ്റെ ഭാഗത്തുനിന്ന് അവരെ കുറേ പേരൊക്കെ എന്താ പറയുക അനുമതി കൊടുക്കാതെ, കാരണം അനുമതി കൊടുക്കാത്തത് ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയും ഇടിഞ്ഞു വീഴാൻ സാധ്യതകൾ കൂടുതലാണ് അവിടെ. അപ്പോൾ ഇനി മുന്നോട്ടും തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു 4 വരി പാതയിലൂടെയൊക്കെ എങ്ങനെയാണ് ഇനി മുന്നോട്ട് അതിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ജനങ്ങളെ ജീവൻ ഏറ്റവും വലിയ ഭീഷണി തന്നെയാണ് ആ ഒരു മല. പറഞ്ഞ പോലെ തന്നെ ഇനി ഇടിയാൻ 100% സാധ്യത കൂടുതലാണെന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ അത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും കൂടുതൽ വരും വർഷങ്ങളിലെങ്കിലും ഇപ്പോൾ അർജുൻ എന്ന സഹോദരനടക്കമുള്ള ഒരുപാട് പേരുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടത്. അതുപോലെ ഇനി ഒരു ജീവൻ പോലും അവിടെ ഇത്തരത്തിലുള്ള ഒരു മണ്ണിടിച്ചിലിൽ പൊലിയാതിരിക്കട്ടെ എന്നുള്ളൊരൊറ്റ പ്രാർത്ഥന തന്നെയാണ് ഞാനും നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും
നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഇനിയും വൈകാതെ തന്നെ ഇന്ന് തന്നെ നമ്മുടെ അർജുൻ എന്ന സഹോദരനെ കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ മീഡിയൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ കണ്ടത്. ആ വീഡിയോ കണ്ടപ്പോൾ 2 വാക്ക് പറയണമെന്ന് വിചാരിച്ച് വന്നതാണ്. പോകുക തന്നെയാണ്. മനസ്സുകൊണ്ട് നമ്മളിപ്പോഴും ആ ഗംഗാവലി പുഴയുടെ ഭാഗത്ത് തന്നെയാണ് ഇങ്ങനെ നോക്കിക്കാണുകയാണ് ടി വിയിലൂടെ ഭഗവാനെ കണ്ടെത്തണം എന്നുള്ളത്. വല്ലാത്തൊരു അവസ്ഥ അല്ലേ, എത്ര ദിവസമായില്ലേ, ഓർക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് കണ്ടെത്തട്ടെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. പുതിയ അപ്ഡേറ്റ്, അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കണ്ടെത്തിയ എന്തെങ്കിലും സൂചനകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരട്ടോ.